ഹലോ ഓൾ, എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും. ഓൾറെഡി എനിക്ക് യൂട്യൂബ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതിനകത്ത് പേഴ്സണൽ വീഡിയോസ് ഒന്നും ഇടാറൊന്നുമില്ല, ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ എൻ്റെ ഒത്തിരി നാളുകൊണ്ട് ഒരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, കുറച്ച് വ്ളോഗ്സ് ഒക്കെ ചെയ്യുക, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്, സോ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുക, അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സോ ഇപ്പൊ ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു, ശരി ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ ആരും സപ്പോർട്ടിനില്ല. സോ അങ്ങനെ ചെയ്യാമെന്ന്. അപ്പൊ അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. എൻ്റെ പേര് പൂജ. ഞാനിപ്പോൾ ഒരു എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. വർക്ക് ഫ്രം ഹോം ആണ്, സോ വീട്ടിൽ ഇരുന്നാൽ മതി, എവിടെ അങ്ങനെ പോകാറൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഒക്കെ എങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകും. ആ പോകുന്ന സമയത്തുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് റൊട്ടീൻ പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കൊരു മോളുണ്ട്, മോൾക്ക് 4 years ആയി, അവൾ LKG പഠിക്കുകയാണ്. സോ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ ഇനി വഴിയെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയൊക്കെ വിശേഷങ്ങൾ അറിയും. സോ ദാറ്റ്സ് ഓൾ. ബാക്കി ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഒരു സെൽഫ് ഇൻട്രോ പോലെ ഇടാന്ന് മാത്രമല്ല, ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ പോയതിൻ്റെ വിശേഷങ്ങളും അപ്പോൾ അവിടുത്തെ ട്രാവലും, അങ്ങനെ ഒരു ട്രാവൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഫസ്റ്റ് വീഡിയോ അങ്ങനെ ആവട്ടെ എന്ന് കരുതി. സോ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് നല്ല 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 രീതിയിൽ പ്രശ്നം ഉണ്ടാവും, വഴിയെ ശരിയാക്കാം. അപ്പം ആ വീഡിയോ ഒക്കെ പോയി കണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ദാറ്റ്സ് ഓൾ. ബൈ. വീഡിയോ കണ്ടിട്ട് വരണം കേട്ടോ എല്ലാവരും. ഹലോ ഓൾ, എ വെരി ഗുഡ് മോർണിംഗ് ടു എവ്രി വൺ. ഞാൻ ഇത് രാവിലെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് സമയം കണ്ടോ 1:12. ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് റെഡി ആയിട്ട് എവിടെ പോകാമെന്നല്ലേ, നല്ല ബ്രഷൊക്കെ ചെയ്ത് ഒരു ഗ്ലാസ് ചൂട് വെള്ളമൊക്കെ കുടിച്ച് റെഡി ആയിട്ട് പോകുന്നത്. ഞങ്ങൾ തൃശ്ശൂർക്ക് ട്രിപ്പ് പോവാണ്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. സോ റെഡിയായി. അപ്പോൾ റെഡി ആയിട്ട് കണ്ടോ ഉറക്കത്തിൽ നിന്ന് കുഞ്ഞിനൊക്കെ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. പിന്നെ അവിടെ ചെന്നു നല്ല ഇടയ്ക്ക് അവൾ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ ചെറിയൊരു ക്ലിപ്പ് എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് രാവിലെ ഒടുക്കത്തെ മഴയാണ് ഗൈസ്. മഴയൊക്കെ പെയ്ത് നമ്മളിങ്ങനെ തണുത്ത് വിറച്ചാണ് ട്രിപ്പൊക്കെ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 7:45-8 മണി റേഞ്ചിൽ ഞങ്ങൾ തൃശ്ശൂർ എത്തിയതാണ്, വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ്. സോ ഇന്ന് ഫുള്ള് ഞങ്ങൾ തൃശ്ശൂരായിരിക്കും. തൃശ്ശൂരിൽ കുറേ വിശേഷങ്ങളുണ്ട്. ഓക്കെ, ഞങ്ങൾ ഇനിയും പോകുന്നത് ആതിരപ്പള്ളി വാട്ടർഫോൾസിലോട്ടാണ്. നല്ല മഴയായിരുന്നു റോഡിലൊക്കെ, പക്ഷെ മഴയൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾ ട്രിപ്പ് ആണ് മുഖ്യം, ബിഗിൽ എന്നുള്ള രീതിയിൽ പോവാണ്. നല്ല വാട്ടർഫോൾസ് കാണാൻ വേണ്ടി നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ജാദുവിനെ പോലെ ഞങ്ങൾ നടന്നു വരുന്നത് കണ്ടോ. അവിടെ ചെന്നു. ഞങ്ങൾ കുറച്ച് ഒരു ഇതായിട്ട് നടക്കാനുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ നടന്നു കുറച്ച് ചെറിയ രീതിയിൽ തെന്നി പോകുന്ന പോലൊക്കെ തോന്നുന്നത്, പക്ഷേ വൈകുന്നേരം തെന്നി വീണില്ല, അറിയോ ഭാഗ്യം. അപ്പോൾ അതിങ്ങനെ നടന്നതാണ്ട് ആൾക്കാരുടെ കമൻ്റൊക്കെ കേട്ട് ഇങ്ങനെ പോവാണ്. അവിടെ ചെന്നപ്പോൾ അടിപൊളിയായിരുന്നു. നല്ലൊരു മഴയൊക്കെ പെയ്ത് വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയും. പിന്നെ സെൽഫി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, അതൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു കാണാൻ. കുറേ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മഴയായാലും വെയിലായാലും ഐസ്ക്രീം മസ്റ്റായിരുന്നു, ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ വാട്ടർഫോൾസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. നല്ലൊരു മസ്റ്റ് വിസിറ്റ് ആണെന്ന് തന്നെ പറയും. ഈ ഒരു കാലാവസ്ഥയിൽ ഈ മഴയത്തൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ അധികം വെള്ളമാകുമ്പോൾ പോകരുത്. അപ്പോൾ അധികം താഴോട്ട് അവർ ഇറക്കത്തില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ താഴെ പോയി കുറച്ചുകൂടെ നല്ല വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും പറ്റുന്ന രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ നേരെ ഞങ്ങൾ വിട്ടത് സിൽവർ സ്റ്റോമിൽ. ഇടയ്ക്ക് വീഡിയോ എടുത്തില്ല, കാരണം പിള്ളേർ വണ്ടിയിൽ നിന്ന് ഉറങ്ങുന്നതുകൊണ്ട് പിള്ളേരെ ഉറക്കണം. അതിനിടയ്ക്ക് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ അവിടെ ഞങ്ങൾ കുറേ വെള്ളത്തിലൊക്കെ കളിച്ചു. ലാൻഡ് റൈഡ് കുറേ ഉണ്ടായിരുന്നു, വാട്ടർ റൈഡും ഉണ്ട്. അപ്പോൾ പിള്ളേർക്കെല്ലാം വാട്ടർ റൈഡിൽ കയറാനായിരുന്നു ആദ്യമേ താല്പര്യം. ലാൻഡ് റൈഡൊക്കെ നമ്മൾ വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ റൈഡിൽ കയറുന്നതുകൊണ്ട് തന്നെ അധികം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ എന്നാലും പറ്റുന്ന പോലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോ അല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് പാളിച്ചകളൊക്കെ പറ്റും. സാരില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാം. അത് ഞങ്ങളവിടെ അപ്പോൾ ഇവക്കും പെഡൽ ചവിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അവളവിടെ കയറി നിൽക്കുവാണ്. പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിലോട്ട് പോകും. എന്തായാലും ആദ്യത്തെ ഒരു ട്രൈ ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ ഇരുന്നു. എൻ്റെ പൊന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ. അവൾക്ക് ഭയങ്കര എന്താ പറയുക താല്പര്യമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇനി ഇവിടെ നിന്ന് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എന്നൊക്കെയായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും പോകുന്ന സമയത്ത്. പിന്നെ നമ്മൾ നല്ല സ്നോ സ്റ്റോമിൽ പോയതാണിത്. അവിടെ ചെന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷേ റൈഡൊക്കെ കയറി പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി വീട്ടിൽ വന്നിട്ട് പറഞ്ഞിട്ടേക്കുന്നത് എനിക്ക് വീട്ടിൽ സ്നോ സ്റ്റോമിൽ പോകണമെന്നാണ്, വേറെ എവിടെയും പോകണമെന്നാണ്. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും പിള്ളേരെ കൊണ്ട് കേട്ടൊക്കെ പോയി അവർക്കും ഒരു എൻജോയ്മെൻ്റ് ആണ്. ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുമായിരുന്നു. ഇടയ്ക്ക് ആ
ഞാൻ മഞ്ഞെടുത്ത് അവളുടെ കണ്ണിലിട്ടു. അന്നേരം അവളിങ്ങനെ എന്നെ നോക്കിയിട്ട് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, മഞ്ഞല്ലേ സാരമില്ലെന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ ഇരുന്നു. അയ്യോ, എന്തായാലും അടിപൊളി സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റ് എന്ന് തന്നെ പറയാം. പിള്ളേർക്കായാലും വലിയവർക്കായാലും നമുക്കൊരു റിലാക്സ് ആയിരിക്കും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. നമുക്കതായത് നമ്മുടെ ഒരു ബിസി ലൈഫിൽ നിന്ന് കുറച്ചൊരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു, പിള്ളേരെല്ലാം വണ്ടി കയറി പാർട്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവർ ഫാമിലി എല്ലാം വണ്ടി കയറി, ഞാൻ മാത്രം ഇറങ്ങുന്ന വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ വീഡിയോ എടുപ്പിച്ചാണ്. പിന്നെ നമ്മൾ നേരെ ഇനിയിപ്പോൾ നമ്മുടെ റൂമിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഇതായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ട്. അത്യാവശ്യം നല്ല ക്ലീനായിട്ടും നല്ല വൃത്തിയായിട്ടുള്ള നല്ലൊരു സ്ഥലമായിരുന്നു. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 റൂമാണ് എടുത്തത്. അവിടെ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാൻ പറ്റിയ അത്യാവശ്യം എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാൻ പറ്റിയ നല്ലൊരു റൂമായിരുന്നു, നല്ല റിസോർട്ടായിരുന്നു. ഇവിടെ വേറെ ഫാമിലി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ 2 പേര് ഈ ഒരു റൂമും മറ്റു റൂമാണ് എടുത്തതാണ്. പിള്ളേർ അപ്പോഴത്തേക്കിനൊക്കെ വന്നു, ഫുഡൊക്കെ കൊടുത്തൊന്നും എടുത്തില്ല. ഫുഡ് കഴിച്ചിട്ട് കണ്ട് കിടന്ന് ഉറങ്ങുവാണ്. നെക്സ്റ്റ് ഡേ രാവിലെയാണിത്. രാവിലെ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പാട് വീഡിയോ എടുത്ത് തുടങ്ങി. അപ്പം ഞങ്ങൾ ഇനിയും പോകാൻ പോകുന്നത് വാൽപ്പാറ വഴി പിന്നെ നമ്മൾ കോയമ്പത്തൂരൊക്കെ പോകുന്നുണ്ട്. രാവിലത്തെ ഒരുക്കങ്ങളാണ് അവിടെ കാണുന്നത്. കണ്ണെഴുതാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്, അതെന്താണെന്നറിയില്ല. ഇത്രയും വർഷം കൊണ്ട് എഴുതിയിട്ടും കണ്ണെഴുതുന്നതിന് മാത്രം കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കണ്ണൊക്കെ എഴുതുമ്പോൾ അനുവാണ് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തത്. ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണമല്ലോ, അപ്പോൾ അങ്ങനെ എടുപ്പിച്ചാൽ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ കുറച്ച് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ എഴുതിപ്പിച്ച് റെഡിയാക്കി വെച്ച് ഞങ്ങൾ കുറച്ച് കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള കോപ്രായങ്ങളാണ് കാണുന്നത്. പിന്നെ അവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലൊരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ എത്തി നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കുക. പക്ഷേ അന്നേരത്തെ ഇങ്ങനെ വണ്ടി വന്നുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ ഇതാണ് നമ്മുടെ വാൽപ്പാറയിലോട്ട് കയറാൻ പോകുന്നതിന് മുന്നേ തന്നെ പറയാം. അപ്പോൾ 2 മണിക്കൂർ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ കാട് കയറി ഇറങ്ങാൻ 2 മണിക്കൂറുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ വരുന്നില്ല. നമ്മൾ നേരെ അവിടുന്ന് പൊള്ളാച്ചി വഴി കോയമ്പത്തൂർ പോവാണ്. കോയമ്പത്തൂർ മറ്റേ ഈശ ഫൗണ്ടേഷൻ ആദ്യയോഗയുടെ അടുത്ത് പോവാണ്. അപ്പോൾ അത് പീക്കോക്കിനെ കണ്ട് സൂം ചെയ്ത് നോക്കിയത്. അത് നല്ല സ്ഥലമാണ്, സീനറിയൊക്കെ അടിപൊളിയാണ്. ഇങ്ങനെ പോകുന്ന വഴിക്കൊരു ഡാം കണ്ടു. അപ്പോൾ ഡാമിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് അങ്ങനെ പോയി ഇത് വ്യൂ ഒക്കെ എന്ത് രസം എന്നറിയാം. നമ്മൾ എത്ര വീഡിയോ എടുത്താലും മതിയാവത്തില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, സെയിം സ്ഥലം തന്നെയല്ലേ. പക്ഷെ നമ്മുടെ കണ്ണിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഭംഗിയുണ്ടാവും സ്ഥലമൊക്കെ കാണാൻ. നമ്മളെപ്പോഴും ഒന്നും ഇങ്ങനെ കാണുന്നില്ലല്ലോ. സോ നിങ്ങളെ കൂടെ കാണിക്കാൻ പറ്റും, ഞങ്ങൾക്കും കാണാം. ആനയെ നോക്കി പോയിട്ട് ആനയ്ക്ക് വരെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പോത്തിനെ കിട്ടിയിട്ടുണ്ട്. കാട്ടുപോത്തിൻ്റെ വീഡിയോ എടുത്തു. കുറേ നോക്കി ആന. അപ്പോൾ ആ സമയത്തൊന്നും ഇറങ്ങുന്നത് ഞങ്ങൾ രാവിലെ 6 മണിക്കൊക്കെ ഇറങ്ങിയായിരുന്നെങ്കിൽ കാണാമായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് 7-7:30 ആയിട്ട് ഇറങ്ങിയത്. ഒരു സിംഹവാലം കുരങ്ങിനെ കണ്ടു. ഇപ്പോഴത്തേക്ക് ആനയ്ക്ക് വരെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതിനൊക്കെ അങ്ങ് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോവാണ്. കണ്ട സ്ഥലം നല്ല സ്ഥലമല്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ, അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഇത് ഇങ്ങനെ വളവിറങ്ങി വരുമ്പോൾ നമ്മുടെ സ്ഥലമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല റീലെടുക്കാൻ വേണ്ടിയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ചാടുന്നു, കറങ്ങുന്നു. ഇതൊക്കെയായിരുന്നു റീലെടുപ്പിക്കാനായിരുന്നു. പക്ഷേ റീലൊന്നും പോസ്റ്റ് ചെയ്തില്ല. ഞങ്ങൾ ആദ്യമൊക്കെ എടുത്ത് പോകാൻ വേണ്ടി ഞാൻ അപ്പോഴത്തേനും ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കയറി ഡ്രസ്സൊക്കെ മാറിയായിരുന്നു. അപ്പോൾ അന്നേരം കണ്ണെഴുതാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് വണ്ടിയുടെ മിറർ നോക്കി കണ്ണെഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇത് പോകുന്ന വഴിയാണ്. ഇത് നമ്മൾ പൊള്ളാച്ചിയിലോട്ട് കയറാൻ പോവാം. അപ്പോൾ അവിടെ നിന്ന് പിന്നെ കോയമ്പത്തൂർ അങ്ങനെ പോകാനായിരിക്കും എളുപ്പം. സോ അതിൻ്റെക്ക് ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അപ്പം വിശക്കുന്നതിൻ്റെ കാരണം ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. കാരണം വീഡിയോ ഒന്നും എടുത്തില്ല. നേരെ നമ്മൾ പൊള്ളാച്ചി കയറി ഇപ്പം നമ്മൾ കോയമ്പത്തൂർ ആ ഒരു സൈഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് നല്ലൊരു സീനറിയൊക്കെ അടിപൊളിയാണ്. നല്ല വ്യൂ ആണെങ്കിലും മലയും കുന്നും, വലിയ വെയിലൊന്നുമില്ലായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. മിക്കവാറും ഞങ്ങളോട് എത്തുമ്പോഴത്തേന് മഴ പെയ്യുമെന്ന് തന്നെ വിചാരിച്ചു. അതുപോലെ തന്നെ നടന്നു മഴയൊക്കെ പെയ്തു. ഇതാണ് ആദിയോഗി. നല്ല സ്ഥലമാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി പോയി ഞങ്ങൾ ഫ്രണ്ടിൽ എത്തുന്നതിന് വരെ അതിൻ്റെ സൈഡിലായിരുന്നു. അങ്ങോട്ട് കയറി പാർക്കിങ്ങിനൊക്കെ കയറാനുള്ള വഴിയില്ല. പിന്നെ അവിടെ തന്നെ എവിടെയെങ്കിലും നിർത്താമെന്ന് വെച്ചു. ഫ്രണ്ടിൽ കാണുന്നത് അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ അവിടെ ചെന്നപ്പോഴും ഞങ്ങൾക്ക് വഴിയൊന്നും കിട്ടില്ല. കുറേ പശു
ഫൈറ്റിംഗ് ബീച്ചൊക്കെ ഉള്ളതായിരുന്നു. അവിടെ വഴിയില്ല. പിന്നെ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഫ്രണ്ട് നിർത്തിയിട്ട് അങ്ങോട്ട് കയറുന്ന വിചാരിച്ച് മുന്നോട്ട് പോവാണ്. കുറച്ചുകൂടെ അടുപ്പിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങോട്ട് പോവാണ്. പോയിട്ട് കണ്ടിട്ട് ഓൾമോസ്റ്റ് എത്താറായി. ഫുള്ള് കാണാൻ പറ്റുമല്ലോ, നമുക്ക് കാണാൻ പറ്റുന്ന ദൂരത്താണ്. അത്ര മഴ പെയ്തുകൊണ്ട് പിള്ളേരെ കൊണ്ട് പാടില്ല നടക്കാൻ വെച്ച് കുറച്ചൊക്കെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. ഓൾമോസ്റ്റ് ഇപ്പോൾ എത്താറായി എന്ന് തന്നെ പറയാം. എത്തി. ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ വേറൊരു വണ്ടിയില്ല, കാരണം അത് പാർക്കിംഗ് സ്ഥലമല്ല. അത് ഓൾമോസ്റ്റ് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. പിള്ളേരെ കൊണ്ട് നനഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. ഓൾറെഡി നമ്മളവിടെ ചെന്നപ്പോഴത്തെ ആൾക്കാരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്താൽ പിള്ളേരെ കൊണ്ട് നടക്കുവാണ്. അവർക്കാണെങ്കിൽ ഏതാണ്ട് ഭയങ്കര സംഭവം കണ്ട പോലെ അവർ കുറേ നേരം നോക്കിയിരുന്നു. ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ വീഡിയോ എടുത്ത് എന്തോ കാണിക്കുന്നത് സൂം ചെയ്ത് കളിക്കുകയാണ്. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്ക് ഇതാണ് പാലക്കാടാണ്. പാലക്കാട് ഇപ്പോൾ എത്താറായി. പാലക്കാട് എത്തിയിട്ട് നമ്മൾ തൃശ്ശൂർ കയറിയിട്ട് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന ഒരു പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, കാരണം വീഡിയോ എടുക്കാൻ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പാടാണ് സ്ഥലപ്പേരുള്ളത്. കാരണം അവർ അടങ്ങിയിരിക്കത്തില്ല, പിന്നെ അവരെ കഴിക്കണം, ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കണം, അവർക്ക് ഫോൺ നോക്കിയാലേ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. അത് തൃശ്ശൂർ പാലക്കാട് ബസ്സാണ്. ഇത് ഞാൻ കോട്ടയത്താണ്. കോട്ടയത്തെത്തിയിട്ട് സൗണ്ട് പോയി കഴിച്ചു. കോട്ടയത്തെത്തിയതാണ്ട് നല്ലൊരു ബൂസ്റ്റൊക്കെ കുടിക്കുകയാണ്. ബൂസ്റ്റ് ചായ കയറി തന്നെ ചായയൊക്കെ കുടിച്ച് ബൂസ്റ്റൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറാവാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് ദൂരങ്ങളുണ്ട് വീട്ടിലോട്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ രാത്രി ഇപ്പം 2:30 ഒക്കെ ആയി സമയം. വീട്ടിലെത്തുമ്പോൾ ഒരു 2:45 ആയിട്ട് ഞങ്ങൾ വീട്ടിലെത്തുന്നത്. ഈ ഒരു സമയത്ത് രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അമ്മയുടെ വഴക്ക് കേൾക്കുമെന്നുണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അമ്മ ഉറക്ക മൂഡിലായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. ഓൾമോസ്റ്റ് അടുക്കാറായി. ഇപ്പം ഞങ്ങളുടെ വഴിയിലോട്ട് കയറും, ഏതാണ്ടൊക്കെ എത്താറായി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും കുറേ പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ക്ഷമിക്കണം, നെക്സ്റ്റ് ടൈം തൊട്ട് ശരിയാക്കാം. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ എടുത്തതാണ്. അത് വ്ളോഗായിട്ടിടൊന്നുമല്ല, ഇൻസ്റ്റയിൽ റീൽസ് പോലെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ. പിന്നെ ഇപ്പം വോയിസ് ഓവറൊക്കെ ചെയ്തപ്പോൾ ഞാൻ കരുതി എന്നാൽ നമുക്ക് യൂട്യൂബിൽ ഇട്ടേക്കാമെന്ന്. നാട്ടിൽ എത്തുവാണ്. നാട്ടിൽ ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ടുള്ള വഴിയായി. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കല്ലൂർ അമ്പലം. അപ്പോൾ ഇങ്ങനെ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ഇപ്പം എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീടെത്തി. പിന്നെ വീട്ടിലെത്തിയിട്ട് ഇനിയിപ്പം വേറെ വീഡിയോ ഒന്നും എടുക്കണ്ടല്ലോ, അങ്ങനെ കിടന്ന് ഉറങ്ങുവാണ് ഗൈസ്. വീട്ടിലെത്തി, ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇതാണ് വീട്. വീട്ടിലെത്തി. എൻ്റെ അമ്മ